കോൺഗ്രസ് ഇനിയും കളിക്കാൻ പോകുന്നതെങ്കിൽ ഇവിടെ കോർട്ടിൽ പന്ത് തൊടാൻ പറ്റില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് എല്ലാ കളികളും പഠിച്ച പിണറായി വിജയനാണ്. BJPയും അതുപോലെ തന്നെ അരങ്ങൊരുങ്ങി നിൽക്കുകയാണ്. ഈ KC നല്ല രീതിയിൽ വെട്ടിയിരിക്കുന്നത് ചെന്നിത്തല വിഭാഗത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇപ്പം അബിൻ വർക്കി ആയാലും പിന്നീട് ഇപ്പം ചെന്നിത്തല ഇപ്പോൾ കേരളത്തിലൊരല്പം ജനപ്രീതി നേടി നിൽക്കുകയാണ്. കാരണം ലഹരിക്ക് എതിരെ അതിശക്തമായിട്ടുള്ള പ്രചാരണവുമായിട്ട് ജില്ലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വലിയൊരു പിടിച്ചുകെട്ടാണ് നടത്തിയിരിക്കുന്നത്. അത് രമേശ് ചെന്നിത്തല ഒരല്പം മിതവാദിയെ പോലെയാണ് നിൽക്കാറ്. എപ്പോഴും എടുത്തുചാട്ടം, വരട്ടെ നോക്കാം കാണാം വരട്ടെ എന്ന് പറയുന്ന ഒരു ശൈലിയാണ് രമേശ് ചെന്നിത്തല എടുക്കാറ്. അപ്പോൾ ഈ മിതവാദിയെയാണ് ചവിട്ടി ഒതുക്കാൻ എളുപ്പം. ഈ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരെ, ഇപ്പം തന്നെ ഞാൻ വെട്ടിക്കയറുമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരെ ഒതുക്കാൻ ഇച്ചിരി പാടാണ്. VD സതീശൻ ചിലപ്പം ശക്തമായിട്ട് പ്രതികരിച്ചു കളയും. VD സതീശൻ്റെ ഗ്രൂപ്പിനെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആക്രമിച്ചിരിക്കുന്നത് താങ്കൾ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നവരെ തന്നെയാണ്. അവരെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് തൻ്റെ ആളെ കൂടെ കൊണ്ടുവരിക, എന്നിട്ട് മൊത്തത്തിലൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് താനാണ് വലിയ ആളെന്ന് വരുത്തുക. സമയമാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടു കൂടി കേരള മുഖ്യമന്ത്രിയാവുക, സ്ഥാനം കിട്ടിയാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.